ഞാനിപ്പോൾ ഇന്ന് ഈ ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ BJP എൻ്റെ മക്കൾ തന്നെയാണ് രക്ഷിച്ചത്. ഞാൻ പ്രസവിച്ചില്ല മാത്രമല്ല, അത്ര കഷ്ടപ്പെട്ട ആ മക്കൾ ഓടി. ഞങ്ങൾ പുറമ്പോക്കിൽ ഇപ്പോൾ 48 വർഷമായി ഞാൻ ജനിച്ചിട്ട്. എനിക്ക് 48 വയസ്സായി. ഞാൻ 18 വയസ്സിൽ പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒരു കിടക്കാടത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഈ പുറമ്പോക്കിലാണ് കിടക്കുന്നത്. ഇപ്പോഴാണ് ഇത്തിരി പോലെങ്കിലും വൃത്തിയാക്കി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 കുട്ടികളുണ്ട്. മോളെ കല്യാണം കഴിച്ചു വിട്ടു, മോൻ കല്യാണം കഴിക്കാത്തതാണ്. എൻ്റെ അവസ്ഥ വളരെ മോശപ്പെട്ട ഇതാണ്. എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കിടക്കാടം വിട്ടിട്ട് എനിക്ക് പട്ടയെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു സമാധാനം. കാരണം വെച്ചാൽ എനിക്ക് കാരണം എന്നെക്കൊണ്ട് നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇതിങ്ങനെ പൊളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്കൊരു ഭൂമിയോ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു, ഇവിടെ കിടക്കുന്ന ആർക്കും ഇല്ലാത്തൊരവസ്ഥയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പട്ടയമെങ്കിലും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചാൽ വളരെ ഒരു ഉപകാരമായിരിക്കും. അത്രയും നിവൃത്തികെട്ട ഒരു രീതിയിലുള്ള ജീവിതത്തിലുള്ള ഞങ്ങളാണ്. ആരെങ്കിലും ഞങ്ങളിപ്പം സഹായിക്കണം, നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണം. എനിക്ക് ഈ മക്കളാണ് എനിക്ക് സഹായിച്ചത്. സത്യം ഞാൻ തുറന്നു പറയാം, എനിക്ക് എവിടെ പറയാനും നാണക്കേടില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ BJP എൻ്റെ മക്കൾ തന്നെയാണ് രക്ഷിച്ചത്. ഞാൻ പ്രസവിച്ചില്ല മാത്രമല്ല, അത്ര കഷ്ടപ്പെട്ട ആ മക്കൾ ഓടി കൊടുക്കാത്ത പൈസയെ അവർ പിടിച്ച് വാങ്ങിച്ച കണക്ക് കൊണ്ടുവന്നാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്ന ആ കുട്ടികൾ. ഞങ്ങൾക്ക് ആഹാരത്തിനാരും ഞങ്ങൾ ഇപ്പം റേഷൻ കട്ട് ചെയ്യുന്നുണ്ട്. അത് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കിട്ടുന്നത് 2-3 കിലോ റേഷനാണ് തരുന്നത്. ആദ്യത്തെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ 2-3 കിലോ റേഷനാണ്. 1 ലിറ്റർ മണ്ണെണ്ണ വേണമെങ്കിൽ 35 രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ ദ്രോഹിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പെൻഷൻ 200 രൂപ കൂട്ടുന്നെന്ന് പറഞ്ഞു. ആ 200 രൂപ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അവർ കൂട്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ തരുമോ നമുക്ക്? ഇപ്പോൾ സർക്കാർ ഇനി അരിയും കൂടെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ വോട്ട് മാത്രം മതി അവർക്ക്.